രേണുസുതിയെ ചികിത്സിക്കുന്ന കോട്ടയം ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് പറയാനുള്ള കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാനെടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം. രേണുസുതിക്ക് ക്യാൻസർ എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും ഇപ്പോൾ അത് രേണുസുതിയുടെ ക്യാൻസർ ആയിട്ടുള്ള വാർത്തയാണ് നിറഞ്ഞിരിക്കുന്നത്. ഏത് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഒന്ന് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ നമ്മുടെ യൂട്യൂബോ ഒക്കെ എടുത്ത് നോക്കിയാൽ രേണുസുതിയുടെ ക്യാൻസർ ആയ വാർത്തയാണ് വരുന്നത്. രേണുസുതിക്ക് ക്യാൻസർ പെരുമല ഹോസ്പിറ്റലിൽ ആണ് ചെക്കപ്പ് ചെയ്തത്. അവിടെ നിന്നാണ് ഇതായത്. അത് ചികിത്സ തേടി രേണുസുതി ചെന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ പല ആളുകളും എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ചേട്ടാ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് രേണുസുതിക്ക് ചികിത്സ തേടി രേണുസുതിയുടെ അനിയത്തി ചെന്നത്, അവിടെ സർജറിയിലാണ് പോയി കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഡോക്ടറുടെ പേരൊക്കെ പറഞ്ഞായിരുന്നു. ഞാനിതനുസരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ പോയി തിരക്കിയ ശേഷം അവരെന്നോട് പറഞ്ഞു, അവിടുത്തെ ഡോക്ടർമാർ എനിക്ക് പരിചയമുള്ളതും നമുക്കറിയാവുന്ന ഡോക്ടർമാരുണ്ട് കുറേ, നമ്മൾ നഴ്സിംഗ് ഫീൽഡിലുള്ള ആളാണ്. അപ്പം അവരെന്നോട് പറഞ്ഞത് രേണുസുതി അവിടെ വന്നിട്ടില്ല, ചികിത്സയ്ക്കായിട്ട് വന്നിട്ടില്ല എന്നാണ്. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ രേണുസുതി വന്നിട്ടുണ്ടെങ്കിൽ ഇവരത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മറച്ചു വെച്ചായിരിക്കും. പിന്നെ വേറെ എനിക്ക് കുറേ പേരുകൾ എനിക്ക് എൻ്റെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ട് രേണുസുതി അവിടെ വന്നിട്ടുണ്ട്, രേണുസുതി കണ്ടവരുണ്ട്, ഫോട്ടോ എടുത്തവരുണ്ട് എന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ രേണുസുതി അവിടെ വന്നിട്ടുണ്ട്. ഇനി വല്ല പനിക്കാണോ എന്തിനാണോ വന്നെന്നുള്ള കറക്റ്റായിട്ട് രേണുസുതി പറയുന്നില്ല. രേണുസുതിക്ക് അസുഖമുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ രേണുസുതിയെ ചികിത്സിച്ചെന്ന് പറയുന്ന ഡോക്ടർമാരും പറയുന്നില്ല രേണുസുതിക്ക് അസുഖമുണ്ടോ ഇല്ലയോ. അവർ പറയുന്നത് രേണുസുതി അവരെ ട്രീറ്റ്മെൻറ്റിനായിട്ട് അവിടെ വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ കണ്ട ആളുകൾ രേണുസുതിയുടെ അനിയത്തിയും കൂടെ ഇവിടെ ഹോസ്പിറ്റലായിട്ട് വന്നിട്ടുണ്ട് എന്ന് കണ്ടവരുണ്ട്. അവിടെ ആൾക്കാർ ഫോട്ടോ എടുത്ത ആളുകളുണ്ട്. 1-2 പേര് എനിക്ക് അവരുടെ ഫോട്ടോ എടുത്ത് തന്നു. മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന ഫോട്ടോ എനിക്ക് എടുത്ത് അയച്ചു തന്നു. ഞാൻ തിരക്കിയപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് അവിടെ ഡോക്ടർമാരായിട്ടുള്ളവരും നേഴ്സുമാരായിട്ടുള്ള അവിടെയുള്ള ജീവനക്കാരുടെ നിന്നും എനിക്കറിയാൻ സാധിച്ചത് രേണുസുതി അവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ രേണുസുതി വന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് ഇവർ ചിലപ്പം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മറച്ചു വെച്ചായിരിക്കും. രേണുസുതിക്ക് അസുഖം ഉണ്ടെന്ന് രേണുസുതി പറയുന്നില്ല, പക്ഷെ പറയാതെ പറയുന്നുണ്ട്. രേണുസുതിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് രേണുസുതി പറയാതെ പറയുന്നുണ്ട്. പെരുമല ഹോസ്പിറ്റലിലെ ഒരു ജീവനക്കാരുടെ ഒരു കസിൻ വഴിയാണ് ഈ ഒരു സംഭവം ലീക്കായത്. രേണുസുതിക്ക് ക്യാൻസർ ഉണ്ടെന്ന വാർത്ത ലീക്കായത് ഈ പെരുമല ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ചെക്കപ്പിന് ഇതിന് ട്രീറ്റ്മെൻറ്റിനായിട്ട് അവരവിടെ വന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ കുറേ പേരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞ് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഫോട്ടോ ഒക്കെ എനിക്ക് വാട്സപ്പിൽ ഇട്ട് തന്നു. ഇങ്ങനെ അവരുമായിട്ട് നിൽക്കുന്ന ഇത് ഞാൻ നോക്കിയപ്പോൾ കോട്ടയം ഭാഗമൊക്കെയാണ്, മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗമൊക്കെയാണ്. നമ്മളവിടെ തൊട്ടടുത്താണ് എൻ്റെ വീട്. നമ്മളത് തിരക്കാൻ വേണ്ടി നമ്മളവിടെ ചെന്ന് അവിടുത്തെ ജീവനക്കാരോടും അവിടുത്തെ ഡോക്ടേഴ്സിനോടും ഒക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ട്രീറ്റ്മെൻറ്റിനായിട്ട് അവരവിടെ വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ വന്നോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. ട്രീറ്റ്മെൻറ്റിനായിട്ട് അവരാരും രേണുസുതി അവിടെ അവരെ സമീപിച്ചിട്ടില്ല എന്നാണ്. അപ്പം ഞാൻ ചോദിച്ച ഡിപ്പാർട്ട്മെൻറ്റിലാണോ ഇവർ ചെന്നെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ 1-2 ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇവർ വേറെ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സർജറി ഉണ്ട്, പിന്നെ ക്യാൻസറിൻ്റെ ഇതുണ്ട്, വാർഡുണ്ട്, മെഡിക്കൽ ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഡോക്ടർമാർ ആണോ അവർ ചികിത്സിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഞാൻ തിരക്കിയ ഇവർ മറ്റുള്ളവരെന്നോട് പറയുന്ന അനുസരിച്ച് ഞാൻ തിരക്കിയ അവിടുത്തെ ഡോക്ടർമാർ പറയുന്ന രേണുസുതി ട്രീറ്റ്മെൻറ്റിനായിട്ട് അവിടെ വന്നിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ വന്നിട്ടുണ്ടായിരിക്കും, ഇവർ ഹൈഡാക്കി വെക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിലായിരിക്കും അവർ പോയി ട്രീറ്റ്മെൻറ്റിനായിട്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒരുപാട് ഇതുണ്ടല്ലോ, ഒരുപാട് വാർഡുകളുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലായിരിക്കും അവരവിടെ പോയത്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.